ഏവർക്കും എന്റെയും ബ്രൈഡൽ ക്രാഫ്റ്റ് വെഡിംഗ് മോളിന്റെയും ഹൃദയം നിറഞ്ഞ ബലിപെരുന്നാൾ ആശംസകൾ. ബ്രൈഡൽ ക്രാഫ്റ്റ് ദ വെഡിംഗ് മോൾ, പാൻ ബസാർ, തിരൂർ. നമസ്കാരം, പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം. പാറയിൽ ഫസലുവിന്റെ നിറം സ്പെഷ്യൽ പതിപ്പ് പ്രകാശനം ചെയ്തു. മലയാള ഭാഷയുടെയും സാംസ്കാരിക പൈതൃകത്തിന്റെയും ഈറ്റില്ലമായ തുഞ്ചന്റെ മണ്ണിൽ അക്ഷരസ്നേഹികൾക്കായി വീണ്ടും ഒരു കാവ്യ വിരുന്ന്. പാറയിൽ ഫസലു അണിയിച്ചൊരുക്കുന്ന നിറം ബക്രീദ്, സ്വാതന്ത്ര്യദിന, ഓണം സ്പെഷ്യൽ പതിപ്പ് 2026 പ്രകാശന കർമ്മം തിരൂർ പ്രസ് ക്ലബിൽ വെച്ച് പ്രൗഢഗംഭീരമായി നടന്നു. തിരൂരിന്റെ സാംസ്കാരിക മുന്നേറ്റങ്ങളിലും ഇത്തരം വലിയ അക്ഷര കൂട്ടായ്മകളുടെ വിജയത്തിന് പിന്നിലും തിരൂരിലെ മാധ്യമ പ്രവർത്തകർ നൽകുന്ന വലിയ സേവനവും പിന്തുണയും ചടങ്ങിൽ സന്നിധരായവർ പ്രത്യേകം എടുത്തു പറയുകയും പ്രകീർത്തിക്കുകയും ചെയ്തു. ഇന്ന് നമ്മളുടെ തിരൂരിൻ്റെ എഴുത്തുകാരനായിട്ടുള്ള സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകനും തിരൂരിൻ്റെ എഴുത്തുകാരനുമായിട്ടുള്ള നമ്മൾ പാറയിൽ ഫസലുവിൻ്റെ 35ാമത് പ്രസിദ്ധീകരണമായ നിറം എന്ന പ്രസിദ്ധീകരണത്തിൻ്റെ പ്രകാശന കർമ്മം നടക്കാൻ പോവുകയാണ്. ഒരു 2-3 വാക്കുകൾ അദ്ദേഹത്തെ പറ്റി പറയാം. ഇന്നിപ്പോൾ നമ്മൾ തിരൂരിനെ സംബന്ധിച്ച് തിരൂരിലെ സാംസ്കാരിക കേന്ദ്രം, മലപ്പുറം ജില്ലയുടെ ഒരു സാംസ്കാരിക കേന്ദ്രമായി അറിയപ്പെടുന്ന ഒരു തിരൂരിൻ്റെ തുഞ്ചത്തെഴുത്തച്ഛൻ്റെ മണ്ണിൽ ഒരുപാട് സാഹിത്യകാരന്മാരും കലാകാരന്മാരൊക്കെ ഉണ്ട്. അതിലൊക്കെ വ്യത്യസ്തമായിട്ടാണ് നമ്മൾ ഫസലുക്ക. നമ്മൾ ഇന്നിപ്പോൾ ചെറുപ്പക്കാരും മറ്റുള്ള എല്ലാവരും വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. മൊബൈൽ കിട്ടിയാൽ അതിനെന്തെങ്കിലും കുത്തിക്കുറിച്ചുകൊണ്ട് നമ്മളുടെ സമൂഹത്തിന് നല്ലതാം ചീത്തയായ മെസ്സേജുകളൊക്കെ വന്ന് നമ്മൾ നേരം കളയുന്ന ഈ സമയത്ത് വളരെ അപൂർവമായിട്ടുള്ള ഒരു സിദ്ധിയാണ് നമ്മൾ ഫസലുക്കാക്ക് കിട്ടിയിട്ടുള്ളത്. കാരണം അദ്ദേഹം എഴുത്തിലൂടെയാണ് അദ്ദേഹം, എനിക്ക് തോന്നുന്നത് അദ്ദേഹം മൊബൈൽ ഉപയോഗിക്കുന്നതിന് വളരെ ദുർലഭമാണ്. അങ്ങനത്തെ ഒക്കെ ഒരു ആളുകൾ ഇന്ന് ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ വളരെ വിരളമായിട്ടുള്ള കാലഘട്ടമാണ്. കൂടുതലായിട്ടൊന്നും പറഞ്ഞില്ല. അദ്ദേഹത്തിൻ്റെ ദീർഘായുസ്, അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും ദീർഘായുസ് നൽകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ വീണ്ടും പാറയിൽ ഫസലുവിൻ്റെ 35ാമത്തെ പുസ്തക പ്രകാശന ചടങ്ങിന് സാക്ഷ്യം വഹിക്കാൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഫസലുവിനെക്കുറിച്ച് എല്ലാ ഇങ്ങനത്തെ പരിപാടികളിലും പറയുന്നത് തന്നെയാണ് ഇത്തവണയും ഇപ്പോഴും പറയാനുള്ളത്. കാരണം ഇതൊരു തപസ്യയായി സ്വീകരിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ഫസൽ. ഈ ഒരു പ്രസിദ്ധീകരണം നിറം എന്ന പേരിലുള്ള അദ്ദേഹത്തിൻ്റെ 35ാമത്തെ പ്രസിദ്ധീകരണം ഇന്ന് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഒരാഴ്ച അതിൻ്റെ പരസ്യക്കാരെയൊക്കെ സമീപിച്ച് അതിൻ്റെ പരസ്യസംഖ്യ സ്വരൂപിക്കുന്ന പ്രവൃത്തി കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹം തുടങ്ങുന്നത് 2027 ജനുവരിയിൽ പുറത്തിറക്കുന്ന റിപ്പബ്ലിക് ദിന സപ്ലിമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ടായിരിക്കും. പ്രശസ്ത കവിയും എഴുത്തുകാരനുമായിട്ടുള്ള അയ്യൂബ് ആലുക്കലിനെയും ബഷീർ പുത്തമ്പട്ടിൽ, അതുപോലെ തന്നെ ഫസലുക്ക ഒരുപാട് വർഷമായി അദ്ദേഹം ഈ മേഖലയിൽ, ബഷീറൊക്കെ പറഞ്ഞ മാതിരി തന്നെ ഈ സോഷ്യൽ മീഡിയ ഉള്ള ഈ സമയത്ത് പോലും ഈ എഴുത്ത് മേഖലയിൽ ഇതുപോലത്തെ ഒരു സംരംഭം പുറത്തിറക്കുക എന്നുള്ളത് നമുക്കൊക്കെ അറിയാൻ വലിയ പ്രയാസമുള്ളൊരു സംഭവമാണ്. കാരണം ഒരു സ്കൂളിൽ നിന്നും കോളേജിൽ നിന്നൊക്കെ ഒരു മാഗസിൻ ഇറക്കാനുള്ള ബുദ്ധിമുട്ട് നമുക്ക് അനുഭവിച്ചതാണ്. അപ്പോൾ അതിൻ്റെ ഒക്കെ ആ ബുദ്ധിമുട്ടിലൊക്കെ ഇദ്ദേഹം ഈ പുസ്തകത്തിൻ്റെ ഇത് നിലനിൽക്കണം എന്ന ആഗ്രഹത്തോടു കൂടിയിട്ട് നിരന്തരം ഈ തിരൂർ പട്ടണത്തിൽ അദ്ദേഹം വർക്ക് ചെയ്യുന്നു എന്ന് കേട്ടതിൽ വളരെ സന്തോഷമുണ്ട്. കഴിഞ്ഞ ഏകദേശം ഒരു 10 പ്രസിദ്ധീകരണത്തിൻ്റെ ശേഷമാണ് ഞാൻ അദ്ദേഹവുമായിട്ട് കൂടുതൽ അടുക്കുന്നതും. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കേരള മാപ്പിള കലാ അക്കാദമി ഞങ്ങൾ വർഷം തോറും 2 വർഷമായി തുടങ്ങിയ വർഷം തോറും ഒരു അവാർഡ് പ്രഖ്യാപിച്ചിരുന്നു. അതിൻ്റെ പ്രഥമ അവാർഡ് ഞങ്ങൾ കൊടുത്തത് റഹീം ഏച്ചേരിക്കാണ്. അതിൻ്റെ കഴിഞ്ഞ വർഷം അതിൻ്റെ 2ാമത് അവാർഡ് അതിൻ്റെ ജൂറി ഒരു അംഗം കൂടിയായിരുന്നു ഞാൻ. ഞങ്ങൾക്ക് കൂടുതലൊന്നും ഞങ്ങൾ ചിന്തിക്കേണ്ടി വന്നില്ല, പുറത്തേക്കൊന്നും പോകേണ്ടി വന്നില്ല. നമ്മുടെ നാട്ടിൽ തന്നെ ഇതിന് അർഹനായ ഒരാളുണ്ട് എന്നുള്ള പ്രതീക്ഷിച്ചുകൊണ്ട് ഞങ്ങൾ ആ പ്രാവശ്യത്തെ കർമ്മപ്രഭ പുരസ്കാരം, കേരള മാപ്പിള കലാ അക്കാദമി തിരൂർ ചാപ്റ്ററിൻ്റെ കർമ്മപ്രഭ പുരസ്കാരം അദ്ദേഹത്തിനാണ് ഞങ്ങൾ സമർപ്പിച്ചിട്ടുള്ളത്. അങ്ങനത്തെ ഒരു സംഭവം ഈ തിരൂരിന് സമർപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞ വളരെ വലിയ സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് നന്ദി പറയുന്നത് ഈ ഒരു വലിയ ഒരു ചടങ്ങിന് ഇതിൻ്റെ പ്രകാശനം ചെയ്യാൻ ഈ ചെറിയ എളിയവനെ പോലും ഇതിലേക്ക് കൂട്ടി പിടിച്ച ഇതിന് പ്രത്യേകം നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് കാലങ്ങളിൽ നല്ല നല്ല ലേഖനങ്ങളോടുകൂടി ഇതിൽ പ്രത്യേകം എന്താ വെച്ചാൽ ചെറുകിട എഴുത്തുകാരുണ്ട്, ചെറിയ അബീബിനെ പോലൊക്കെ എഴുതുന്ന ചെറിയ എഴുത്തുകാർക്കൊക്കെ തന്നെ ഒരു പ്രചോദനമാണ് ഇത്തരത്തിലുള്ള മാസികകൾ, ഓണപ്പതിപ്പുകളൊക്കെ തന്നെ. അപ്പോൾ അവർക്കൊക്കെ തന്നെ ചെറുകിട ഈ സാഹിത്യകാരന്മാരെയും കവികളെയും എഴുത്തുകാരെയും നോവലിസ്റ്റുകളൊക്കെ ഉയർത്തിക്കൊണ്ടുവരുന്നത് ഇത്തരത്തിലുള്ള ഈ നിറം പോലുള്ള
പ്രസിദ്ധീകരണങ്ങൾ തീർച്ചയായും ഒരു മുതൽക്കൂട്ടാണ്. കൂടുതൽ നല്ല കെട്ടും മട്ടോടുകൂടി നല്ല ലേഖനോടുകൂടി അടുത്തതും പ്രസിദ്ധീകരിക്കാൻ ഭാരത പ്രസിന് കഴിയട്ടെ. അതുപോലെ തുഞ്ചപ്പറമ്പെല്ലാം തുഞ്ചത്തെല്ലാം ജന്മം കൊണ്ട് അനുഗ്രഹമായ ഈ സ്ഥലം പ്രത്യേകിച്ച് പല സാഹിത്യകാരന്മാരും ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഈ അടുത്ത് സഖാവ് ദാമോദരനെപ്പോലുള്ള എഴുത്തുകാരും അറിയപ്പെടുന്ന ലോക നിലവാരത്തിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ്. ആ നിലവാരത്തിലേക്കാണ് നിറം അദ്ദേഹത്തിൻ്റെ 35ാമത് പതിപ്പാണിത്. നിറ എന്ന മാസിക അതിലെല്ലാം ഉൾപ്പെടുത്തി. ബലിപെരുന്നാളും സ്വാതന്ത്ര്യദിനവും അതോടെ ഓണവുമെല്ലാം അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഇവിടെ നടന്നത് ഒരു പുസ്തക പ്രകാശനം ചരിത്രത്തിൻ്റെ ഭാഗമാണ്. ചരിത്രം എന്ന് പറഞ്ഞാൽ ലോക ഉത്ഭവം ചരിത്രമാണ്. ആ ചരിത്രത്തിൻ്റെ ഏക ഘടകം എഴുത്താണ്, സാഹിത്യമാണ്. പിന്നീട് ഒന്നുള്ളത് ശാസ്ത്രപരമാണ്, പിന്നെ ഒന്നുള്ളത് കലകളാണ്. ഈ 3 കാര്യങ്ങളാണ് പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പിൻ്റെ പ്രത്യേക ഘടകങ്ങൾ. ഇതിനെ ഞാൻ ചെറുതായി കാണരുത്. ഇന്ന് 1000ഓളം പുസ്തകങ്ങൾ സ്റ്റോക്കിരിക്കുന്ന ഒരു വ്യക്തി, 1000കണക്കിനാണ്. ആ പുസ്തകങ്ങൾ ഉണക്കമീൻ പൊതിയാൻ കൊടുത്തൂടെ എന്ന് ചോദിച്ചാൽ ഒരു സമൂഹത്തിൻ്റെ അടിയിലാണ് ഞാൻ ജീവിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്തൊരു പുസ്തകം കിട്ടിയിട്ടുണ്ടോ അത് വായിക്കാൻ കൊടുക്കുകയാണ്. എന്നാൽ ഇന്ന് എൻ്റെ അടുത്ത് പഠിക്കാൻ പറ്റുന്ന കുട്ടികൾ പോലും ഒരു കഥ ബുക്ക് കൊടുത്താൽ അത് വായിക്കാൻ അവർ താല്പര്യപ്പെടുന്നില്ല എന്നുള്ളതാണ്. പാറയിൽ ഫസലുവിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ഒരാവശ്യവുമില്ല. കാരണം 35ാമത്തെ ഈ സംഗമത്തിലും അദ്ദേഹത്തെ പറ്റിയിട്ട് എല്ലാവരും ഇവിടെ വർണ്ണിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കഴിവ് ഒരു ദൈവികമായിട്ട് ഉള്ള ഒരു കഴിവാണെന്ന് എൻ്റെ അഭിപ്രായമുള്ളത്. കാരണം അദ്ദേഹത്തിൻ്റെ ഫാമിലി തന്നെ ഒരു സാഹിത്യ കുടുംബത്തിലാണ് അദ്ദേഹം ജനിച്ചിട്ടുള്ളത്. നമ്മൾ തിരൂരിനെ സംബന്ധിച്ചിടത്തോളം ദീർഘവർഷങ്ങളായിട്ട് തിരൂരിൻ്റെ സാഹിത്യ കലാരംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിത്വമാണ് ബഹുമാനായിട്ടുള്ള പാറയിൽ ഫസലു. അദ്ദേഹത്തിൻ്റെ സൃഷ്ടികൾ സാധാരണക്കാരന് ഏറ്റവും എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നതും അതോടൊപ്പം തന്നെ ഒരുപാട് സാമൂഹ്യ വിമർശനങ്ങൾ നൽകുന്നതുമായിട്ടുള്ള നല്ല നല്ല സൃഷ്ടികളാണ്. വായന മരിക്കുന്നില്ല എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്നതിന് ശ്രീ പാറയിൽ ഫസലു അദ്ദേഹത്തിൻ്റെ തൂലിക കൊണ്ട് ചടങ്ങിൽ പങ്കെടുക്കാൻ സാധിച്ചു. വളരെ സന്തോഷമുണ്ട്. കഴിഞ്ഞ തവണ പ്രസിദ്ധീകരിച്ചപ്പോൾ അത് എനിക്ക് പങ്കെടുക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ ഉൾപ്പെടായതുകൊണ്ട് എത്തിപ്പെടാൻ സാധിച്ചിട്ടുണ്ട്. ഏതായാലും ബലിപെരുന്നാൾ, സ്വാതന്ത്ര്യ ദിനം, ഓണം ഇവയോടനുബന്ധിച്ച് എൻ്റെ 35ാമത് പ്രസിദ്ധീകരണമായ നിറം എന്ന പ്രസിദ്ധീകരണം വരുംകാലങ്ങളിലും തുടർന്നും ഓരോ പേരുകൾ മാറ്റി മാറ്റി പുതിയ പുതിയ പ്രസിദ്ധീകരണങ്ങളും ആഘോഷങ്ങൾ ഏതായാലും ഓരോ ആഘോഷങ്ങൾക്കും കൂടുതൽ പ്രസരിപ്പോടെ ഊർജ്ജസ്വലോടെ പുറത്തിറക്കാൻ ദൈവം തമ്പുരാൻ ഇനിയും വരുന്ന കാലങ്ങളിലും അനുഗ്രഹിക്കുമാറാട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ ഇവിടെ തടിച്ചുകൂടിയ എല്ലാവർക്കും, പ്രത്യേകിച്ച് പത്രപ്രവർത്തകർക്കും, പ്രത്യേകിച്ച് അധ്യക്ഷം വഹിച്ച ബഷീർ പുത്തൻ വീട്ടർ അവർക്കും, എല്ലാ ചാനലുകാർക്കും, അതുപോലെ ആസാദ്, ബൈജു ജാൻ, അതേപോലെ എല്ലാവർക്കും ഓരോരുത്തരെ പേരെടുത്ത് പറയുന്നില്ല, പത്രപ്രവർത്തകർക്കും ഫ്രീലാൻസ് പത്രപ്രവർത്തകർക്കും അൻവർ സാദാത്ത് സ്വാമിയിലും ബഷീർ പുത്തൻ വീട്ടിൽ അവർക്കും തർമൽ സിദ്ദീഖാജി അവർക്കും അതേപോലെ കൈനിക്കര അമീതാജി കുഞ്ഞുട്ടി അവർക്കും സയൻറ്റിസ്റ്റ് അലി സാഹിബ് അവർക്കും മൊത്തത്തിൽ എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് മുതിർന്ന പത്രപ്രവർത്തകൻ ബഷീർ പുത്തൻ വീട്ടിൽ അധ്യക്ഷത വഹിച്ച സാംസ്കാരിക സദസ്സിൽ വെച്ച് പ്രമുഖ കവി അയ്യൂബ് ആലുക്കൽ പുസ്തക പ്രകാശനം നിർവഹിച്ചു. തിരൂർ പ്രസ് ക്ലബ് സെക്രട്ടറി AP ഷഫീഖ് പുസ്തകത്തിന്റെ ആദ്യ പ്രതി ഏറ്റുവാങ്ങി. തിരൂരിന്റെ പ്രൗഢമായ സാംസ്കാരിക പാരമ്പര്യത്തെ നെഞ്ചിലേറ്റുന്ന ഇത്തരം കൂട്ടായ്മകൾ സമൂഹത്തിന് എക്കാലത്തും മാതൃകയാണെന്ന് ചടങ്ങിൽ സംസാരിച്ചവർ അഭിപ്രായപ്പെട്ടു. ചടങ്ങിൽ PA ബാവ, അൻവർ സാദത്ത് ചോമയിൽ, സലാം മാസ്റ്റർ, തറമൽ സിദ്ദിഖ് ഹാജി, മുനീർ കുറുമ്പടി, KK റസാഖ് ഹാജി, ഹമീദ് കൈനിക്കര, വാഹിദ്, മുജീബ് പൊന്നാനി, അലി വൈലത്തൂർ തുടങ്ങിയ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ മേഖലകളിലെ പ്രമുഖർ ആശംസകൾ അർപ്പിച്ചു സംസാരിച്ചു. അക്ഷരങ്ങളുടെ ഈ ഉത്സവത്തിൽ തിരൂരിലെ പ്രമുഖ മാധ്യമ പ്രവർത്തകരായ ആസാദ് ബൈജു ജാൻ, ബൈജു അരിക്കാഞ്ചിറ, ഉദയേഷ്, രാഹുൽ പുത്തൂരത്ത് അടക്കമുള്ള മാധ്യമ സാംസ്കാരിക രംഗത്തെ നിരവധി പ്രമുഖർ പങ്കെടുത്തു. ചടങ്ങിന് നിറം സ്പെഷ്യൽ പതിപ്പ് ചീഫ് എഡിറ്റർ പാറയിൽ ഫസലു നന്ദി രേഖപ്പെടുത്തി. ന്യൂസ് ഡെസ്ക് പ്രഹേളിക ന്യൂസ്.
അരനൂറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി സ്വർണ്ണാഭരണ വിപണന രംഗത്ത് നിങ്ങളുടെ ഇഷ്ട ജ്വല്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ പുതുമയിൽ കൂടുതൽ കളക്ഷനിൽ വെഡിംഗ് സെക്ഷൻ, ഡയമണ്ട് സെക്ഷൻ, ലൈറ്റ് വെയ്റ്റ് ഏരിയ, സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ, ലൈറ്റ് വെയ്റ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ 1 ജ്വല്ലറി മെജസ്റ്റിക് ജ്വല്ലേഴ്സ്, താഴെപ്പാലം, തിരൂർ.